നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രവും ഭാരതത്തെ തന്നെ ആത്മാഭിമാനമില്ലാത്താക്കി തീർക്കാനുള്ളതായ ഒരു പരിശ്രമം ആദ്യം ബ്രിട്ടീഷുകാരത് നടത്തി. അത് പിന്നീട് ഏറ്റുപിടിച്ചത് ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. പഴശ്ശി തമ്പുരാൻ്റെയും എടച്ചേന ഗുങ്കൻ്റെയും തലക്കൽ ചന്തുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ആ ഗോറില്ല സ്വാതന്ത്ര്യ സമരം ഉണ്ടല്ലോ, അത് ലോക സമരചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കേണ്ടതാണ്. 1999 മെയ് മാസം 8-ാം തീയതി 9-ാം തീയതി ഒക്കെ ഹിസ്റ്ററി കോൺഗ്രസ് നടത്തി. അതുമാതിരി തന്നെ 1997 ഓഗസ്റ്റ് 6-ാം തീയതി 4-ാം തീയതി 4 സ്റ്റേറ്റ് ലെവൽ വർക്ക്ഷോപ്സ് കേരളത്തിൽ നടത്തി. എവിടെയെങ്കിലും അത് ചെറിയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മലബാർ കലാപമാക്കിയിട്ട് പഴയ അന്നത്തെ അപ്രൈസിങ്ങിനെയൊക്കെ, അതൊക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു വലിയ ഐഡിയയുടെ തന്നെ വളരെയേറെ മുന്നേറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നും ആ ഐഡിയയുടെ മുന്നേറ്റത്തിൻ്റെ ചെറിയ ഭാഗങ്ങളായിട്ട് മാത്രമേ മറ്റുള്ള ചെറിയ സ്വാതന്ത്ര്യ സമരങ്ങളെ കാണാൻ കഴിയുകയുള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കി തീർത്തിട്ട്, അതുകൊണ്ട് ഈ പണ്ഡിതന്മാർ കൂടി ബോധപൂർവം ഈ തമസ്കരിച്ചിരിക്കുന്നതായ കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് പഴശ്ശിരാജാവും ഉള്ള നിരവധി ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുള്ളതായ ആ സമരത്തിനെ ഓർക്കാൻ വേണ്ടി വിചാരകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പെട്ട ചരിത്ര സംബന്ധിയായ ഇത്തരം ചില പരിപാടികൾ കേരളത്തിലെ ചിന്താമണ്ഡലത്തിന് തന്നെ ഒരു വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു.